എന്തായാലും നമ്മുടെ യാത്ര വെറുതെ ആയില്ല. അണലി, ചേനത്തണ്ടൻ, വട്ടക്കൂറ, വൈപ്പർ, റസൽസ് വൈപ്പർ. പക്ഷേ ഞാൻ കണ്ട അതിഥി ഇതല്ല. ഞാൻ കണ്ടത് അല്പം കൂടി ചെറുതാണ്. വാല് കൂർപ്പുണ്ട്. എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് അതിഥികൾ ഇവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് സമയങ്ങളിൽ നമുക്ക് ഈ അതിഥിയെ ചാക്കിലാക്കിയിട്ട് അടുത്ത അതിഥിയും കൂടി കിട്ടിയതിന് ശേഷം നമുക്ക് എല്ലാ അണലികളുടെ സംസ്ഥാന സമ്മേളനം നമുക്ക് നോക്കാം. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പഴയൊരു ഓർമ്മ കൂടിയുണ്ട്. ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ പഴയൊരു ഓർമ്മയുണ്ട്. കാരണം കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ പാമ്പ് കടിയിട്ട് ഒരാൾ മരണപ്പെടുകയുണ്ടായി. ശ്രീമാൻ പ്രേം സലീം അവർ. അത് ഇതിനടുത്ത് വെച്ചാണ് പാമ്പ് കടിയിട്ട് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. അപ്പോൾ എന്തായാലും ആ ഒരു ഓർമ്മ ഇവിടുത്തെ നാട്ടുകാർക്ക് മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ ഈ 7 വയസ്സ് പ്രായമുള്ള നമ്മുടെ അണലി രാജനെ അല്ലെങ്കിൽ അണലിയെ, ചേനത്തണ്ണനെ, വട്ടക്കൂറെ നമുക്ക് ചാക്കിലാക്കാം. ഇനി ഒട്ടനവധി ആൾക്കാർ ഇവിടെ ഉണ്ടെന്നവർ പറയും. നമുക്ക് എല്ലാവരെയും ഒന്ന് തീയിട്ട്, ഈ ചപ്പിലൊന്ന് തീയിട്ട് നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചാടി പുറത്തേക്ക് ഇറങ്ങട്ടെ. എന്തായാലും നമുക്ക് ഒരു അതിഥിയെ പിടികൂടാൻ കഴിഞ്ഞു. ഞാൻ കണ്ട അതിഥിയല്ല അദ്ദേഹം. ആദ്യം ആൾക്കാർ കണ്ട അതിഥിയാണ് ഇപ്പോൾ പിടികൂടിയത്. ഇനിയും ഞാൻ കണ്ട അതിഥി ഓടി നല്ല സ്പീഡിൽ ഇങ്ങോട്ടാണ് മൂവ് ചെയ്തത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന് കൂടി നോക്കേണ്ടത്. അതിന് മുമ്പ് നമുക്ക് നാട്ടുകാരുടെ പറഞ്ഞ് ഈ ഭാവം തീയിട്ട് ചപ്പൊന്ന് തീയിട്ട് നോക്കേണ്ടതുണ്ട്. എന്തായാലും എനിക്കൊരു സംശയമുണ്ട്. അവിടെ ഒരു കരിയില ഒന്ന് അനങ്ങുന്നുണ്ട്. മിക്കവാറും ചപ്പ അനങ്ങുന്നുണ്ട്. ചപ്പിൽ അടുത്തത് എഴിഞ്ഞ് വരുന്നുണ്ടായിരിക്കും തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം നമുക്ക് ആ സ്ഥലത്ത്. അടുത്ത ഒരാൾ കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ട അതിഥിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ആദ്യം കണ്ട അതിഥി ഇതാണ്. 2 പേരെയും വന്നപ്പോൾ ഞാൻ കണ്ട ഒരു അതിഥിയും കിട്ടി. ഈ നാട്ടുകാർ കണ്ട അതിഥി നമുക്ക് പിടികൂടാൻ കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഈ അതിഥിയെ ചാക്കിലാക്കിയിട്ട് ഇനിയും അതിഥികളുണ്ടെന്ന്. കാരണം അണലിയുടെ ഒരു പ്രത്യേകത, ഇപ്പോൾ മാറ്റിംഗ് സമയമായി, അതിൻ്റെ പ്രസവിക്കുന്ന സമയമായി വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഈ പരിസരത്ത് ഒന്നിൽ കൂടുതലോ ഒക്കെ കാണാം. ഇതിൽ നമുക്ക് ഈ അതിഥിയെ ചാക്കിലാക്കാം. എന്തായാലും ഞാൻ വിചാരിച്ചു, ഈ പറമ്പിൽ വന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ യാത്ര സ്വാഹ എന്ന്. കാരണം കിട്ടത്തില്ല, അത്രയ്ക്ക് കാടിറക്കുന്ന പറമ്പ്, വൃത്തിയാക്കിയ പറമ്പാണെങ്കിൽ ഒത്തിരി മുള്ളും ചപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യം ഇവർ പറഞ്ഞ സ്ഥലത്ത് ആ ചുള്ളികളെടുത്ത് മാറ്റിയപ്പോൾ, ആ ശിഖരങ്ങളെടുത്ത് മാറ്റിയപ്പം ഒരു അതിഥി ഓടി എൻ്റെ മുന്നിൽ കൂടി തന്നെ ഓടി മുന്നോട്ട് പോയി. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് നല്ല കാടായിരുന്നു. ഞാൻ 2 പ്രാവശ്യം വാരി പിടിച്ചതിന് വാരി കിട്ടിയില്ല. ഓടി കാടിലേക്ക് കയറി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അതിനെ നോക്കി വരുന്നതിനിടയ്ക്കാണ് അടുത്ത് വേറൊന്നുകൂടി ഈ ചുള്ളിയുടെ കൂടി ഇറങ്ങി ഓടി. എന്തായാലും ഞാൻ കണ്ട അതിഥിയെ അല്ല ആദ്യം മറ്റുള്ളവർ കണ്ടത്. അവരാദ്യം കണ്ട അതിഥിയാണ് ഞാൻ ആദ്യം പിടികൂടിയത്. രണ്ടാമത് പിടികൂടിയത് ഞാൻ കണ്ട അതിഥിയാണ്. രണ്ടും റസൽസ് വൈപ്പർ അഥവാ ചേന തണ്ടൻ അഥവാ വട്ടക്കൂറ എന്നറിയപ്പെടുന്ന അണലിയാണ്. നമ്മുടെ നാട്ടിൽ കേരളീയർ പറയുന്നൊരു കാര്യമുണ്ട്, അത് രക്തയണലിയെന്ന്. രക്ത അണലി എന്നൊരു പാമ്പ് നമ്മുടെ ഭൂമിയിലില്ല എന്നുള്ളത് മലയാളികൾ മനസ്സിലാക്കുക. അണലി എന്ന് ഒരു നാമം മാത്രമാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ മലയാളികൾ വിളിക്കുന്നത് ചേനത്തണ്ടൻ. ചേനയുടെ തണ്ടുകളിലെ വട്ടപ്പാടുകൾ അണലിയുടെ ശരീരത്തിൽ കാണുന്നത് ചേനത്തണ്ടൻ എന്ന് വിളിക്കുന്നു. മലബാറിൽ ചേനയെ വട്ടക്കൂറ എന്ന് വിളിക്കുന്നത് വട്ടക്കൂറ എന്നൊരു നാമത്തിൽ അറിയപ്പെടുന്നു. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ കോളേജിനടുത്ത് നിന്ന് 2 അണലികളെ ഒരു പറമ്പിൽ നിന്ന് പിടികൂടാൻ കഴിഞ്ഞു. അതിൻ്റെ തൊട്ടടുത്ത നാളുകളാണ് ഇന്ന്. ആ തൊട്ടടുത്ത യാത്രയിലും നമ്മുടെ ടീമിനും 2 അതിഥികളെ പരിചയപ്പെടാൻ നമുക്ക് കാണാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലത്ത് നിന്ന് വർക്കല ശിവഗിരിയിലേക്ക് പോകുന്ന വഴിയിൽ നരിക്കൽ മുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും റൈറ്റിലേക്ക് കടന്ന് ഒത്തിരി ഒരു പറമ്പിലേക്ക് വന്നു. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ചാക്കിലാക്കിയ 2 അണലികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹം ആണാണോ അവർ 2 പേരും ആണാണോ പെണ്ണാണോ നമ്മളെ പ്രേക്ഷകർ അറിയണ്ടേ. കാരണം നമ്മൾ പ്രേക്ഷകർക്ക് 2 പാമ്പിനെ കിട്ടുമ്പോൾ ഒന്നാണോ ഒന്ന് പെണ്ണും എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് അത് ആണാണോ പെണ്ണാണോ എന്ന് നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇപ്പം ഞാനത് നോക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവർ 2 പേരും ഫീമെയിൽ അഥവാ പെൺ അണലികളാണ്. നമുക്ക് കാണാം നമ്മുടെ അണലി സുഹൃത്തുക്കളെ.
റസൽസ് വൈപ്പർ, അണലി, കിങ്ഡം, അനിമാലിയ, ഫൈലം, കോർഡേറ്റ, ക്ലാസ് റെപ്റ്റാലിയ, ഫാമിലി വൈപ്പറിഡേ, ജനസ് ഡബോയ്, പീഷീസ് ഡി റോസ്ലി. കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരിൽ ഭൂരിഭാഗവും അണലിയുടെ കടിയേറ്റാണ് മരിക്കുന്നത്. പല പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു. വള്ളുവനാട് പ്രദേശങ്ങളിൽ വട്ടക്കൂറ എന്നും ചേനത്തണ്ടൻ, മണ്ഡലി, രുധിരമണ്ഡലി, മഞ്ചട്ടി എന്നീ പേരുകളും ഇവയ്ക്കുണ്ട്. നീളം കുറഞ്ഞു വണ്ണമുള്ള ശരീരമാണ് ഇവയുടേത്. വട്ടക്കൂറ എന്ന് അറിയപ്പെടാൻ കാരണം ഇതിന്റെ തടിച്ചുരുണ്ട മാംസളമായ ശരീരത്തിലെ വട്ടത്തിലുള്ള കളങ്ങൾ കാരണമാണ്. ചേനത്തണ്ടിന്റെ സാമ്യമുള്ള അടയാളങ്ങൾ ഇവയുടെ ശരീരത്തിൽ ഉള്ളതിനാൽ ചേനത്തണ്ടൻ എന്നും അറിയപ്പെടുന്നു. ഭണമില്ല എന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. അണലിയുടെ ശരീരം തവിട്ട് നിറത്തിലും തല ത്രികോണാകൃതിയിലുമാണ് കാണപ്പെടുന്നത്. അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളിൽ ആൺപാമ്പുകളുടെ വാൽനീളം കൂടിയതും പെൺപാമ്പുകളുടേത് നീളം കുറഞ്ഞതുമായി കാണപ്പെടുന്നു. രാത്രികാലങ്ങളിലാണ് ഇവ അധികമായും ഇര തേടി ഇറങ്ങുന്നത്. പ്രധാനമായും ഭക്ഷിക്കുന്നത് എലികൾ, അണ്ണാൻ, പല്ലികൾ, ഓന്തുകൾ, ചെറുപറവകൾ, തവളകൾ എന്നിവയെയാണ്. പാമ്പുകളുടെ വർഗത്തിൽ അണലികൾ പൊതുവെ കുഴിമടിയന്മാരായി അറിയപ്പെടുന്നു. എത്ര ഉച്ചത്തിലുള്ള ബഹളം കേട്ടാലും അവ വളരെ സാവധാനത്തിൽ മാത്രമേ നീങ്ങുകയുള്ളൂ. ഏകദേശം 1 മീറ്റർ നീളത്തിൽ വളരുന്ന അണലികൾ ശത്രുക്കളെ വിരട്ടുന്നതിനായി ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. ഈ ശബ്ദം കേട്ട് പലപ്പോഴും ആളുകൾ ഒഴിഞ്ഞുപോകാറുള്ളതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെടാൻ കഴിയും. അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകൾ ഇന്ത്യയെ കൂടാതെ ശ്രീലങ്ക, മ്യാൻമാർ, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലും കണ്ടുവരുന്നു. കുറ്റിക്കാടുകളിലും പുൽത്തളങ്ങളിലും നെൽവയലുകളിലും കരിമ്പിൻ തോട്ടങ്ങളിലും ഇവയെ കാണാൻ സാധിക്കും. അണലിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റു പാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ വലിയ വിഷപ്പല്ലുകളും ഇവയ്ക്കുണ്ട്. ഈ ഇനം പാമ്പുകളുടെ പല്ലുകൾക്ക് നല്ല നീളവും അകത്തേക്കൽപ്പം വളവുമുണ്ട്. വായടയ്ക്കുമ്പോൾ മൊത്തത്തിൽ ഉള്ളിലേക്ക് മടങ്ങിയാണ് അവയുടെ പല്ലുകളിരിക്കുന്നത്. ആയതിനാൽ ഇവയ്ക്ക് ഇരകളെ നിഷ്പ്രയാസം വിഷം കുത്തിവെച്ച് കൊല്ലാൻ സാധിക്കുന്നു. അണലിയുടെ വിഷം വളരെയധികം ശക്തിയേറിയതാണ്. ഒറ്റ കടിയിൽ തന്നെ 2 മനുഷ്യരെ കൊല്ലാനുള്ള വിഷമാണ് ഇവ കുത്തിവെക്കുന്നത്. അതുപോലെ തന്നെ ഇവയ്ക്ക് വളരെ വേഗത്തിൽ ചാടിക്കടിക്കുവാനുള്ള കഴിവുമുണ്ട്. അണലിയുടെ വിഷം മനുഷ്യന്റെ ശരീരത്തിലെ രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത്. അതിനെ ഹീമോടോക്സിക് എന്ന് പറയും. അണലിയുടെ കടിയേറ്റ ഭാഗത്ത് വേദനയും വീക്കവും ഉണ്ടാകും. ഇവയുടെ വിഷം രക്തത്തിൽ സത്വരം വ്യാപിക്കുന്നതിനാൽ ശ്വേതരക്താണുക്കൾ നശിച്ചു പോവുകയും രക്തസഞ്ചാരം കുറയുകയും ചെയ്യുന്നു. ഇതുമൂലം വയറുവേദന, ശ്വാസതടസ്സം, ബോധക്ഷയം, രോമകൂപത്തിലൂടെ രക്തം പൊടിയുക മുതലായവ സംഭവിക്കും. ഇവയുടെ വിഷം വൃക്കയുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നതായി കണ്ടുവരുന്നു. അതിനാൽ ഇവയുടെ കടിയേറ്റാൽ ഉടനടി ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മരണം സംഭവിക്കും. മറ്റു പാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായാണ് അണലികൾ പ്രസവിക്കുന്നത്. മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലഘട്ടത്തിലാണ് 20 മുതൽ 40 വരെ കുഞ്ഞുങ്ങൾക്ക് ഇവ ജന്മം നൽകുന്നത്. ആദ്യം മുട്ടകൾ ഉൽപ്പാദിപ്പിച്ച് അർദ്ധവളർച്ച എത്തിച്ച ശേഷം ഈ മുട്ടകളെ ശരീരത്തിന്റെ മറ്റൊരു അറയിലേക്ക് സൂക്ഷിക്കുന്നു. അതിനുശേഷം മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. എൻ്റെ സംശയം ദൂരീകരിക്കാൻ കഴിഞ്ഞു. നമ്മുടെ പ്രേക്ഷകരുടെ സംശയം കൂടി ദൂരീകരിക്കുക. എൻ്റെ ഇടത്തെ കയ്യിലിരിക്കുന്നത് ആൺ അണലി, ആണാണ്. എൻ്റെ വലത്തെ കയ്യിലിരിക്കുന്നത് പെൺ അണലിയാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം 4 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഏകദേശം 4 വയസ്സിനടുത്ത് മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന് ഏകദേശം 7 വയസ്സിനടുത്ത് പ്രായമുണ്ട്. പക്ഷേ പ്രത്യേകതയുള്ളത്, എൻ്റെ വലത്തേക്ക് ഇരിക്കുന്ന ഫീമെയിൽ അഥവാ പെണ്ണണലി ഗർഭിണിയാണ്. അദ്ദേഹം മാറ്റിങ് കഴിഞ്ഞു, ഇണചേർന്ന് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം വയറ്റിൽ മുട്ടകൾ തയ്യാറായി കഴിഞ്ഞു. ഈ മുട്ട വയറ്റിനകത്ത് പൊട്ടിയാണ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഓർക്കുക, ഇവ പ്രസവിക്കുന്ന പാമ്പിൻ്റെ പട്ടികയാണ്. ഇദ്ദേഹം പ്രസവിച്ചിരുന്നെങ്കിൽ 20 കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ പരിസരത്ത് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാൻ, അപ്പോൾ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിട്ടനെ. എന്തായാലും നമ്മുടെ നാട്ടുകാരോ ഈ വസ്തുവിൻ്റെ സൂരജാവറുകളല്ല, തൊട്ടടുത്തുള്ള ആരോ ചുള്ളി ശേഖരിക്കാനായി പോയ ഒരു മരം മുറിച്ചിട്ടിരിക്കുന്ന ചുള്ളി ശേഖരിക്കാനായി പോയപ്പോഴാണ് ഈ ഒരു അതിഥി ഇടത്തേക്ക് ഇരിക്കുന്ന അതിഥിയെ കണ്ടത്. രണ്ടാമത് വലത്തേക്ക് ഇരിക്കുന്ന അതിഥിയെ ആ ചുള്ളി മാറ്റുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞതാണ്. എന്തായാലും മെയിൽ ആൻഡ് ഫീമെയിൽ, പെണ്ണും ആണും ആണ് ഈ 2 അതിഥികളെ നമുക്ക് പിടികൂടാൻ കഴിഞ്ഞു. 4 വയസ്സിനടുത്ത് പ്രായമുള്ള ഫീമെയിലും 7 വയസ്സിനടുത്ത് പ്രായമുള്ള മെയിലും ആണും പെണ്ണുമാണ് നമ്മൾ പിടികൂടിയത്. കാണുക, നമ്മുടെ രക്തയണലി എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന, റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന 2 അതിഥികളെ. ഒരു കാരണവശാലും നമ്മുടെ പ്രേക്ഷകർ ഒരിക്കലും, ഞാൻ നിങ്ങൾ വീണ്ടും പറയുന്നു, ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. അപകടമാണ്. വൃക്കകൾ തകരാറാകുന്ന വെനമാണ് ഇവ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതുപോലെ കുഞ്ഞാണെങ്കിൽ ജനിച്ചാൽ ഉടനെ തന്നെ വെനമുണ്ടാവും. മൂർഖൻ പ്രസവിച്ചാൽ ഉടനെ തന്നെ, മുട്ട വിരിഞ്ഞാൽ ഉടനെ തന്നെ വെനമുണ്ടാവും. ഒരു കാരണവശാലും അനുകരിക്കാതിരിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കടിയേൽക്കുന്നത് അണലി വർഗത്തിൻ്റെ കടിയാണ്. ചാടി കുതിച്ച് കടിക്കുന്നു. ഇതുപോലെ ദൃശ്യമാധ്യമങ്ങളിൽ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് ഒരിക്കലും അനുകരിക്കരുത്. അത് അവനവൻ്റെ ജീവന് അപകടം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. എന്തായാലും
നമ്മുടെ ഈ 2 അതിഥികളെയും നമ്മൾ ചാക്കിലാക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. പുതിയ ഒരു അതിഥിയെ തേടിയുള്ള യാത്രയാണ്. നമുക്ക് ഈ അതിഥിയെ ചാക്കിലാക്കി നമ്മുടെ ഈ നല്ലവരായ നാട്ടുകാരോട് നമുക്ക് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന സമയമാണ്. നമ്മൾ പെട്ടെന്ന് അപ്രതീക്ഷിതം നമ്മുടെ വണ്ടി കടന്നു പോകുമ്പോഴാണ് 2 കീരി ഓടി ഇങ്ങോട്ട് കയറിയത്. നമുക്ക് പെട്ടെന്ന് ക്യാമറ ഇങ്ങോട്ട് തിരിക്കും. 2 കീരികളുടെ മാറ്റിംഗ് നമുക്ക് കാണാൻ കഴിയും ആ വീട്ടിൻ്റെ മുറ്റത്ത്. നെയിം മംഗൂസ്, കിങ്ഡം അനിമാലിയ, ഫൈലം കോഡേറ്റ, ക്ലാസ് മാമാലിയ, ഫാമിലി ഹെർപ്പസ്റ്റിഡേ, ജനസ് ഹെർപ്പസ്റ്റസ്. ഹെർപ്പസ്റ്റിഡേ കുടുംബത്തിൽപ്പെട്ട കീരി കാട്ടിലും നാട്ടിലും കാണുന്ന ഒരു ജീവിയാണ്. അത്യധികം ചലനശേഷിയുള്ള ജന്തുവാണ് കീരി. കീരിയുടെ പ്രധാന ശത്രു പാമ്പ്. പാമ്പിനെ നേരിടുന്ന സമയം അതിന്റെ രോമങ്ങൾ എഴുന്നേറ്റു നിൽക്കാറുണ്ട്. ഇക്കാരണത്താൽ പാമ്പ് കൊത്തിയാലും ശരീരത്തിൽ ഏൽക്കുക അപൂർവം. ഏറ്റാലും പാമ്പ് വിഷത്തിനുള്ള അസറ്റൈൽ കോളിൻ എന്ന റിസപ്റ്റർ ഉള്ളതുകൊണ്ട് ചാകാറില്ല. മനുഷ്യനുമായി നന്നായി ഇണങ്ങുന്ന ജീവിയാണ് കീരി. എന്നാൽ ഈ അടുത്ത കാലത്ത് കീരിയുടെ കടിയേറ്റ് മനുഷ്യർക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങൾ വ്യാപകമാകുന്നു. ഉപദ്രവകാരികളല്ലാതിരുന്ന കീരികൾ മനുഷ്യനെ കടിക്കാൻ തുടങ്ങിയത് പേവിഷബാധ മൂലമാണെന്നും കരുതപ്പെടുന്നു. കീരി ഒരു സസ്തനിയാണ്. നീളമുള്ള ശരീരമുള്ള ഇവയുടെ കൈകാലുകൾ ചെറുതാണ്, വാൽ നല്ല നീളമുള്ളതും. നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന നാടൻ കീരി ഗ്രേ മംഗൂസാണ്. മനുഷ്യവാസ സ്ഥലങ്ങളുടെ സമീപം കഴിയാനാണ് കീരി ഇഷ്ടപ്പെടുന്നത്. തുറസായ കുറ്റിക്കാടുകൾ, കൃഷിസ്ഥലങ്ങൾ, പാറകളുള്ള പ്രദേശം, വനത്തോട് ചേർന്ന പ്രദേശം എന്നിവയാണ് ആവാസസ്ഥലം. ധൈര്യശാലിയായ ഒരു ജീവിയാണ് കീരി. തന്നെക്കാൾ വലിയ ജീവികളോട് കീരിക്ക് ഭയമോ ബഹുമാനമോ ഇല്ല. ചെറുജീവികളും ചെറുപഴങ്ങളുമാണ് കീരിയുടെ ഭക്ഷണം. പക്ഷികൾ, ഉരകങ്ങൾ, സസ്തനങ്ങൾ എന്നിവയെല്ലാം കീരി ഭക്ഷണമാക്കാറുണ്ട്. നല്ലൊരു പോരാളിയാണ് കീരി. തങ്ങളുടെ ആവാസ വ്യവസ്ഥയുടെ നാശമാണ് കീരികളെ പ്രകോപിതരാക്കുന്നത്. കൂടുതൽ കെട്ടിടങ്ങൾ ഉയർന്നു വരുമ്പോൾ കുറ്റിക്കാടുകൾ നശിപ്പിക്കപ്പെടുകയും കീരിക്ക് ആവാസ സ്ഥലങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. തങ്ങളുടെ താമസ സ്ഥലങ്ങൾ നശിപ്പിക്കുന്ന മനുഷ്യനോട് കീരികൾ പ്രതികരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. കീരിയെ പേടിച്ച് കുറ്റിക്കാടുകളും മാളങ്ങളും നശിപ്പിക്കുക എന്ന വിഡ്ഢിത്തവും കണ്ടുവരുന്നു. താമസമുള്ള വീടിൻ്റെ മുറ്റത്തും ഈ കീരികളുടെ മാറ്റിംഗ് നടക്കുന്നത്. അവരിപ്പോൾ മനുഷ്യനായിട്ട് ഇണങ്ങി ജീവിക്കുകയാണ്. പണ്ടൊക്കെ മനുഷ്യനെ കാണുമ്പോൾ ഓടിപ്പോകുന്നവരായിരുന്നു കീരി. ഇപ്പോൾ വീട്ടിലെ അമ്മമാർ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ വലിച്ചെറിയുമ്പോൾ അവിടെ ഒന്ന് വേസ്റ്റ് കഴിക്കാനായി വരുന്ന ഒരു പ്രത്യേകതയും നമ്മുടെ കീരികൾക്കൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി ഇവർ നമ്മളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കും എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി യാത്ര തുടരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.